ഹായ് ഹലോ, ഇതൊരു മാങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അതിനായിട്ട് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചും വെച്ചു. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതിടാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളിയാണ് ചേർക്കുന്നത്. ഒന്ന് മുറിച്ചിട്ടാണ് അത് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് മാങ്ങ അരിഞ്ഞതും കൂടി ചേർക്കാം. അത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ഇനി ആ പൊടിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി ആ മാങ്ങയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയും കൊടുക്കണം. അതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർക്കാം. പച്ചമുളക് ഇട്ടു. ഇനി ആ മാങ്ങയൊക്കെ ഒന്ന് ശരിക്ക് വേവിച്ചെടുക്കണം. മാങ്ങയൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് നാളികേരം തിരികിയത്, 1/2 ടീസ്പൂൺ ജീരകം, 2-3 കൊച്ചുള്ളി, 2-3 വെളുത്തുള്ളി, ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കണം. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി അരപ്പൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിന് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ചൂടായി വന്നാൽ മതി. ഉപ്പൊക്കെ നോക്കിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടു. മുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിലേക്ക് അല്പം മുളക് പൊടിയും കൂടി ഇട്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടത്. ഇനി അത് ഈ കറിയിലേക്ക് ചേർക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം. അതിന് ശേഷം ഇളക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ മാങ്ങാക്കറി റെഡിയായി. ചോറിനുള്ള ഒരു നല്ല ഒഴിച്ചുകറിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.